അപ്പോൾ ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ എണീച്ച് ഒരു 6:30 ആകുമ്പോൾ ഞാൻ എണീക്കും കേട്ടോ. മോൾക്ക് അംഗൻവാടിയിൽ പഠിക്കാൻ പോകുന്നതുകൊണ്ട് രാവിലെ ഒരു 6:30 എണീ. അപ്പോൾ നിങ്ങൾക്ക് 6:30 എണീക്കുന്നത് നിന്നെ 10 മണിക്ക് കൊണ്ടാക്കിയാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷേ 6:30 എണീച്ച് കൊച്ചിന് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി കാപ്പിയും കറിയും പിന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് അവിടെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആളൊരു 8 മണിയാകുമ്പോൾ മോൾ എണീച്ച് വരും. എണീച്ച് വരത്തില്ല, നേരത്തേക്ക് എണീച്ചിട്ട് ലൈറ്റൊക്കെ അണച്ചിട്ട് ഫാനൊക്കെ അണച്ചിട്ട് എണീച്ച് നേരെ അടുക്കളയിലോട്ട് വരുമായിരുന്നു. ഇപ്പം അവിടെ കിടന്നിട്ട് അമ്മ 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 എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. ഞാൻ ചെന്ന് കുറച്ച് നേരം അടുത്ത് കിടന്ന് ഇച്ചിരി നേരമൊക്കെ കളിച്ചിട്ട് എണീച്ച് വരും. പിന്നെ നമ്മൾ പോയി ഒന്ന് പല്ലൊക്കെ തേച്ച് പല്ല് തേക്കാനും രാവിലെ ഞാൻ എണീക്കുന്നത് തന്നെ ഈ പല്ല് തേക്കാനും പല്ല് തേപ്പിക്കാനും കാപ്പി കൊടുക്കാനും ഒരുപാട് സമയം എടുക്കും അവൾക്ക്. ഇപ്പം മോൾക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എണീച്ച് ഈ ജോലികളെല്ലാം ഒതുക്കി വെക്കുന്നത്. പിന്നെ അവൾക്ക് പല്ലൊക്കെ ഒന്ന് തേപ്പിച്ച് കാപ്പി കൊടുത്ത് അപ്പോൾ ചായ പാൽപ്പൊടി ചായ കൊണ്ട് മോൾക്ക് ഞാൻ പാലനത്തി കൊടുത്തായിരുന്നു കേട്ടോ. പൊടിച്ചായ ഞാൻ അങ്ങനെ അവൾക്ക് കൊടുക്കത്തില്ല, കഫക്കെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പാല് കുറച്ച് അനത്തി അവിടെ കാപ്പി കൊടുക്കാൻ നേരത്ത് പാലനത്തി വെച്ചിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കറി എടുക്കാനായിട്ട് അടുക്കളയിലൊന്ന് പോയ തക്കത്തിൽ ആൾ എൻ്റെ പിറകെ വന്ന് സിങ്കിൽ ആ പാലെടുത്തൊഴിച്ച്. അപ്പോൾ ഇത് ഞാൻ കണ്ടില്ല, എൻ്റെ ബേക്കിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടതുമില്ല, സിങ്കിലെടുത്ത് ഒഴിക്കുന്നത് കണ്ടതുമില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു ചെറിയൊരു തട്ടും കൊടുത്തിട്ട് വഴക്കും പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൊണ്ട് കരഞ്ഞ് ബഹളം പിടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇന്ന് കരഞ്ഞുകൊണ്ടൊക്കെയാണ് അംഗൻവാടി പോയത്. മൊത്തത്തിൽ ഇന്നൊരു കരച്ചിൽ ദിവസമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ തൂത്തൊക്കെ വാരിയതിന് ശേഷം എണ്ണയൊക്കെ തേച്ച് നിർത്തി കുളിപ്പിച്ച് ഒരുക്കി സുന്ദരിയായിട്ട് അംഗൻവാടി കൊണ്ടുപോയി. അപ്പോൾ കരഞ്ഞ് വിളിച്ചൊക്കെയാണ് ഇന്ന് പോയത്. അവിടെ ചെന്നപ്പം ആൾ ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് തീയൊക്കെ കത്തിച്ച് അരി ഇടാനായിട്ടുള്ള വെള്ളമൊക്കെ അമ്മ വെച്ചായിരുന്നു. പിന്നെ ഞാൻ വന്ന് അരിയൊക്കെ കഴുകി അടുപ്പിലോട്ടിട്ട് പിന്നെ മീൻ ചൂരമീൻ മേടിച്ച ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തണുപ്പ് മാറാനായിട്ട് ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അപ്പോൾ തണുപ്പ് മാറാനായിട്ട് ഒന്ന് വെളിയിലോട്ടൊന്ന് എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് മീൻ കറി വെക്കാനായിട്ട് മീനിന് തേങ്ങയൊക്കെ തിരുവി ഞാൻ വറുത്ത് അരച്ച് നേരത്തെ തന്നെ വെച്ച്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മീൻ കറിക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ അരിയാനായിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഈ അരിയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സീരിയലൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ സീരിയൽ അഡിക്റ്റൊന്നും അല്ല, എനിക്ക് എല്ലാ സീരിയലും ഞാൻ അങ്ങനെ കാണത്തുമില്ല. പക്ഷേ ഒരു സീരിയൽ ഞാൻ കാണും, എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫോണിൽ ഹോട്ട്സ്റ്റാർ വഴിയാണ് സീരിയൽ കാണുക, ഫോൺ വഴിയാണ് സീരിയൽ കാണുന്നത്. അപ്പോൾ അതും അവിടെ ഓൺ ചെയ്ത് സീരിയലും കാണാം ജോലിയും നടക്കണം എന്നിട്ട് ഞാൻ അതും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മീൻ കറിക്കുള്ള എല്ലാം അരിഞ്ഞും റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ ചോറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വെന്ത് അതൊന്ന് അടച്ചിട്ടതിന് ശേഷം ഞാൻ പിന്നെ മീൻ കറി വയ്ക്കാനായിട്ടൊന്ന് ചട്ടിയിൽ മീൻ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒന്നും തന്നെ. അപ്പോൾ മീൻ ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മീനിൻ്റെ അരപ്പൊക്കെ ഒന്ന് കലക്കി അടച്ച് വെച്ച് അരപ്പൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ മീൻ കഷ്ണമൊക്കെ ഇട്ടത്. പിന്നെ കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കോവയ്ക്ക വിഴുക്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ കോവയ്ക്ക അരിഞ്ഞ് കുറച്ച് വിഴുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ച് വിഴുക്കും വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.